إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവനെ എപ്പോഴും ഓർക്കാൻ സാധിക്കുന്ന, അവനോട് കണക്റ്റഡായി ഒരു മുഅ്മിന് നിൽക്കാൻ സാധിക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ്, ശ്രേഷ്ഠമായ ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. അതാണ് ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലദീന യുഖീമൂന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവർ, വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് ഉപജീവനമായി നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവർ, അവരാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ, യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പദവികളുണ്ട്, ഉയർന്ന പദവികളുണ്ട്. വമഗ്ഫിറ, പാപമോചനമുണ്ട്. വറിസ്ഖുൻ കരീം, ഉദാരമായ ഉപജീവനവുമുണ്ട് എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുകയാണ്. അല്ലാഹു തആല ആദ്യം പറഞ്ഞത് നമസ്കാരം നിലനിർത്തുന്നവർ എന്നാണ്. നമസ്കാരം നിലനിർത്തുന്നവർക്ക് അവർ മുഅ്മിനീങ്ങളാണ് എന്നാണ്, യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങളാണ് എന്നാണ്. അവർക്ക് പരലോകത്ത് സ്വർഗത്തിൽ വലിയ പദവികൾ ഉണ്ട് എന്നാണ്.
അവർക്ക് പാപമോചനമുണ്ട് എന്നാണ്. ആ നമസ്കാരത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഞാനും നിങ്ങളും വിശ്വാസികൾ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ഈ നമസ്കാരം കൃത്യമായി പാലിക്കുന്നുണ്ടോ, കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ, അതിൽ അലംഭാവം കാണിക്കുന്നുണ്ടോ, അതിൽ ജാഗ്രത പാലിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വിചിന്തനം നടത്തേണ്ടതും അതിൽ പാളിച്ചയുണ്ടെങ്കിൽ തിരുത്തുവാനുമുള്ള സമയമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഷഹാദത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാര്യം, മുആദ് ഇന്നക തഖദമു അലാ ഖൗമി അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് താങ്കൾ പോകുന്നത്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കുന്നതിലേക്കാണ് ആദ്യമായി നീ അവരെ ക്ഷണിക്കേണ്ടത്. അല്ലാഹുവിനെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹുവിനെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ, ഫഅഖ്ബിർഹും, നീ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരെ അറിയിക്കേണ്ടത്, അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം ഖംസ സ്വലവാത്ത്, അവർക്ക് അല്ലാഹു തആല അവരുടെ മേൽ 5 നേരത്തെ നമസ്കാരം, ഫീ യൗമിഹിം വലൈലതിഹിം, രാവിലും പകലിലുമായി 5 നേരത്തെ നമസ്കാരം അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കണം. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ, ഒരാൾ മുഅ്മിനായാൽ, ഒരാൾ മുസ്ലിമായാൽ അവന് അടുത്ത സ്റ്റെപ്പാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് നിർവഹിക്കുക, നമസ്കാരം നിർവഹിക്കുക, നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒരു മുഅ്മിനും ഒരു മുസ്ലിമും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ പലതവണ ഖുതുബകളിൽ, പല ക്ലാസുകളിൽ കേട്ട കാര്യമാണ്. അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാത്ത് ഫമൻ തറകഹാ ഫഖദ് കഫറ, നമുക്കും അവർക്കുമിടയിലുള്ള വ്യത്യാസം, നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള കരാർ, മറ, വ്യത്യാസം, അത് നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫറ, ആ നമസ്കാരം ആരാണോ ഉപേക്ഷിച്ചത് അവൻ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കാഫിറായിരിക്കുന്നു, അവിശ്വാസിയായിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമസ്കരിക്കാത്തവന് അല്ലാഹുവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞത്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്ന് പറഞ്ഞ് പ്രവാചകൻ പറയുന്നതാണ് എന്ന് നമ്മൾ പല തവണ പറഞ്ഞതാണ്. അത്തരം ഖുദ്സിയായ ഒരു ഹദീസിൽ പ്രവാചകൻ പറയാണ്, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇന്നി ഫറദ്തു അലാ ഉമ്മതിക ഖംസ സ്വലവാത്ത്, അല്ലാഹു തആല പറഞ്ഞ കാര്യം, നിശ്ചയമായും ഞാൻ താങ്കളുടെ സമൂഹത്തിന് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു. ഞാൻ ഒരു കരാർ അവൻ നിന്ന് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ആ കരാർ? അന്നഹു മൻ ജാഅ യുഹാഫിളു അലൈഹിന്ന ലിവഖതിഹിന്ന, ആരാണോ ആ സമയത്ത് ആ നമസ്കാരങ്ങൾ ആ സമയത്ത് നിർവഹിക്കുന്നത്, സമയത്ത് കൃത്യമായി ആരാണോ അത് നിർവഹിക്കുന്നത്, അദ്ഖൽതുഹുൽ ജന്ന, അവനെ നാം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വമൻ ലം യുഹാഫിള് അലൈഹിൻ, ആ സമയം പരിഗണിക്കാത്തവൻ, ആ സമയത്ത് നിർവഹിക്കാത്തവൻ, സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അത് അവഗണിക്കുന്നവൻ, സമയത്ത് നിർവഹിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം,
ഫലാ അഹ്ദ ലഹു അൻദി, എന്റെ അടുക്കൽ അവനൊരു സ്ഥാനവുമില്ല, ഞാൻ അവനുമായി ഒരു ബന്ധവുമില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ബന്ധിപ്പിക്കുന്ന ഈ നമസ്കാരം, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അവലംബാവവും ഒരു മടിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാനമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല അത് കൃത്യമായി നിർവഹിക്കുവാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഒരാൾ നമസ്കാരം നിലനിർത്തിയാൽ അവന് ലഭിക്കുവാൻ പോകുന്ന നേട്ടങ്ങൾ, അവന് ലഭിക്കുവാൻ പോകുന്ന ഗുണങ്ങൾ, ആ നമസ്കാരത്തിന്റെ മേന്മകൾ എന്താണ്? ഒന്നാമതായി അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. നിശ്ചയമായും നമസ്കാരം മ്ലേച്ഛമായ എല്ലാത്തിൽ നിന്നും, വെറുക്കപ്പെട്ട എല്ലാത്തിൽ നിന്നും നിങ്ങളെ തടയുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ നമസ്കാരം നിലനിർത്തുന്നവരായി, നമസ്കാരം നിർവഹിക്കുന്നവരായി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, അവരെ പരിശീലിപ്പിക്കണം. 7 വയസ്സ് മുതൽ പരിശീലിപ്പിക്കണം. 3 വർഷവും പരിശീലിപ്പിച്ചിട്ടും 10 വയസ്സായിട്ടും അവർ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യത്തിൽ മാത്രമാണ് മക്കളെ തല്ലാനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാത്തതിന് മക്കളെ തല്ലാനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടില്ല. പഠിക്കാത്തതിന് മക്കളെ തല്ലാനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടില്ല. 3 വർഷക്കാലം പരിശീലിപ്പിച്ചിട്ടും, ആ 3 വർഷക്കാലം പരിശീലനം നൽകിയിട്ടും 10 വയസ്സായിട്ടും അവൻ കൃത്യമായി നമസ്കരിക്കുന്നില്ല എങ്കിൽ അതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ അവരെ അടിക്കാവൂ എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതാണ് കൃത്യമായി നാം പരിപാലിക്കേണ്ടത്, നാം ജാഗ്രത പാലിക്കേണ്ടത് ആ വിഷയത്തിലാണ്. എന്തുകൊണ്ട് മക്കളിൽ വരുന്ന കുരുത്തക്കേടുകൾ എന്ന് നാം പറയുന്ന കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ഈ രൂപത്തിൽ തുടങ്ങി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മ്ലേച്ഛമായ മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ആ നമസ്കരിക്കുക എന്നുള്ള ശീലം, നമസ്കരിക്കുന്നു എന്ന ശീലം അവരെ തടയുന്നതാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ മക്കളെ നിങ്ങൾ നമസ്കാരം പരിശീലിപ്പിക്കുക എന്നാണ് പറയാനുള്ളത്, ഓർമ്മിപ്പിക്കുവാനുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ആരാധനയായി പ്രവാചകൻ പഠിപ്പിച്ചത്. അയ്യുൽ അഅമാലി അഫ്ദൽ, പ്രവാചകനോടുള്ള ചോദ്യം, പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന് അസ്വലാത്തു ലിവഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. 2 വബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുക, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. 3 പ്രവാചകൻ പറഞ്ഞത് പിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്നുള്ളതാണ്. 2 കാര്യങ്ങളില്ലാതെ നീ ജിഹാദ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ആദ്യം നിനക്ക് വേണ്ടത് കൃത്യമായി നമസ്കരിക്കുക എന്നുള്ളതാണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നീടാണ് ജിഹാദിനെ പറ്റി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ വലിയ പ്രതിഫലമുള്ള ഈ ഒരു പുണ്യകർമ്മം ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? അതിന്റെ നേട്ടം നമ്മൾ അറിയോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, തിന്മകൾ, പാപങ്ങൾ, ആ പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞിട്ടുള്ളത്. അറഅയ്തും, പ്രവാചകൻ ഒരു ഉദാഹരണം പറയുകയാണ്, ചോദിക്കുകയാണ്. അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും, നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങളുടെ വീടിന്റെ അടുത്ത്, വീടിന്റെ മുമ്പിൽ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസൻ, ഒരാൾ 5 പ്രാവശ്യം ആ പുഴയിൽ നിന്ന്, ആ നദിയിൽ നിന്ന് കുളിക്കുന്നു. അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? വല്ല അഴുക്കും അവശേഷിക്കുമോ? അവർ പറഞ്ഞു, മറുപടി പറഞ്ഞു സ്വഹാബത്ത്, അവന്റെ ശരീരത്തിൽ ഒന്നും അഴുക്കൊന്നും ബാക്കിയാവുകയില്ല റസൂലേ. പ്രവാചകൻ പറഞ്ഞ കാര്യം, 5 നേരത്തെ നമസ്കാരം എന്നുള്ളത് ഇതുപോലെയാണ്. പാപങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് കഴുകിക്കളയുന്നതാണ്. അല്ലാഹു അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ്. അതുകൊണ്ട് ഈ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം. അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം. വൽജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ. വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ. മുകഫിറാതു മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങൾ ഒഴിഞ്ഞവൻ, വൻ പാപങ്ങൾ ചെയ്യാത്തവന് അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു തആല പാപമോചനം ചെയ്യാതെ തന്നെ പുറത്തു കൊടുക്കുമെന്നാണ്. 5 നേരത്തെ നമസ്കാരം ചെയ്യുന്നവര് ദുഹറിന്റെയും അസറിന്റെയും ഇടയിൽ അവന് വല്ല അറിയാതെ പാപം ചെയ്തു പോയാൽ അത് വൻ പാപങ്ങളല്ല എങ്കിൽ പാപമോചനം തേടാതെ തന്നെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആത്യന്തികമായി പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ പരലോകത്ത് പ്രകാശമാണ് ഈ 5 നേരത്തെ നമസ്കാരം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ ഹാഫള അലൈഹാ കാനത ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ. ആരാണോ ആ 5 നേരത്തെ നമസ്കാരത്തെ നിലനിർത്തുന്നത്, അന്ത്യനാളിൽ അതവന് നൂറായിട്ട്, പ്രകാശമായിട്ട്, അതവന് തെളിവായിട്ട്, അതേപോലെ അതവന് മോചനമായിട്ട്, മോക്ഷമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു കൊടുക്കുമെന്നാണ്. വമൻ ലം യുഹാഫിദ് അലൈഹാ, ആ 5 നേരത്തെ നമസ്കാരം അവർ അതിനെ നിലനിർത്തിയിട്ടില്ല എങ്കിൽ ലം യകുൻ ലഹു നൂറൻ വലാ ബുർഹാനൻ വലാ നജാതൻ, അവർക്ക് മോക്ഷമുണ്ടാവുകയില്ല, അവർക്ക് തെളിവുണ്ടാവുകയില്ല, അവർക്ക് പ്രകാശമുണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആവർത്തിച്ച് വസിയത്ത് ചെയ്യുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വഹബത്ത് ലഭിക്കുവാൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ജീവിക്കുവാൻ അതിനുള്ള ഒരു ക്വാളിറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ വുദൂഇനുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഒരു രാത്രി പ്രവാചകന്റെ കൂടെ താമസിച്ചു. പ്രവാചകന് ചെയ്യാനുള്ള വെള്ളം കൊണ്ട് പ്രവാചകന്റെ അടുത്ത് ചെന്ന സമയത്ത് പ്രവാചകൻ എന്നോട് പറഞ്ഞു, സൽ റബീഅ, നീ ചോദിച്ചു കൊള്ളുക, നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഫഖുൽതു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, റബീഅ റളിയല്ലാഹു അൻഹു പറയാൻ, ഫഖുൽതു, ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ താങ്കളോട് ചോദിക്കുന്നത് സ്വർഗത്തിൽ താങ്കളോടൊപ്പം
താങ്കളോടൊപ്പമുള്ള സാമീപ്യമാണ്, സ്വർഗത്തിൽ താങ്കളോടൊപ്പം ഇരിക്കുവാനുള്ള കാര്യമാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നു, അതല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ? അതല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, അത് മാത്രമാണ് റസൂലേ എനിക്ക് ചോദിക്കുവാനുള്ളത്. പ്രവാചകൻ പറയാൻ, എങ്കിൽ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്ന് പ്രവാചകൻ മറുപടി കൊടുക്കുകയാണ്. ചില സഹോദരങ്ങൾ, അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ, അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കുവാൻ ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. മരിച്ചിട്ടുള്ള മഹാത്മാക്കളോട് സഹായം തേടാനുള്ള തെളിവാണ് റസൂലിനോട് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുദ്ധരിക്കാറുണ്ട്. ഇവിടെ മരിച്ച റസൂലിനോടല്ല ചോദിക്കുന്നത്, മുമ്പിലുള്ള റസൂലിനോടാണ് ചോദിക്കുന്നത്. റസൂൽ അതിന് മറുപടി പറയുന്നത്, എന്നാൽ ഞാൻ സ്വർഗം തരാമെന്നല്ല, നേരെ മറിച്ച് അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് റസൂൽ ചെയ്യുന്നത്. അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ നമസ്കാരം എത്രയാണോ വർദ്ധിപ്പിക്കുന്നത്, നമസ്കാരം വർദ്ധിപ്പിക്കുമ്പോൾ സുജൂദ് സ്വാഭാവികമായി വർദ്ധിക്കുമല്ലോ. ആ സുജൂദ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം അല്ലാഹു തആല എളുപ്പമാക്കുമെന്നുള്ളതാണ്. ഒരാൾ പള്ളിയിലേക്ക് നടന്നാൽ വരെ അതിന് പ്രതിഫലം നൽകപ്പെടും എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. മൻ തതഹറ ഫീ ബൈതിഹി ثم مشى إلى بيت من بيوت الله ليقضي فريضة من فرائض الله. ഒരാൾ വീട്ടിൽ നിന്ന് വുളു എടുക്കുന്നു, ആ വുളു എടുത്തുകൊണ്ട് അയാൾ പള്ളിയിലേക്ക് നടക്കുന്നു. എന്തിന്? ഒരു ഫർള് നമസ്കാരം നിർവഹിക്കാൻ. അങ്ങാടിയിലേക്ക് പോകാനല്ല, അങ്ങാടിയിൽ വരുമ്പോൾ പള്ളിയിലേക്ക് വന്നതല്ല, വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കരിക്കുവാൻ വേണ്ടി ഒരാൾ വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കാനത്ത് ഖത്വത ഇഹ്ദാഹുമാ തഹ്തു ഖതീഅ വൽ ഉഖറ തർഫഉ ദറജ. പ്രവാചകൻ പറയുന്നത്, അവന്റെ കാലടികളിൽ ഒന്ന് അവന്റെ പാപങ്ങൾ മായ്ക്കുന്നതാണ്, മറ്റേ കാലടികൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് പദവികൾ ഉയർത്തുകയും ചെയ്യുന്നതാണ്. അവന്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ്, അവന്റെ പദവികൾ ഉയർത്തുന്നതാണ്. എവിടെ? നമസ്കരിച്ചാൽ എന്നല്ല, നമസ്കാരത്തിന് വന്നാൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധമായും ഈ കാര്യം ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തോടൊപ്പം ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്, അതിൽ അലംഭാവം വരുത്തുന്നില്ല, അത് നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا لله والصلاة والسلام على رسول الله وعلى آله وأصحابه وسلم كثيرا مزيدا إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിന്റെ അനിവാര്യതയാണ് കുറഞ്ഞ രൂപത്തിൽ നാം സൂചിപ്പിച്ചത്. അല്ലാഹു തആല നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നിഫാഖ് വരാതെ സൂക്ഷിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് നിഫാഖ് ഉണ്ടോ എന്ന് അളക്കാനുള്ള അളവുകോലായി ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നിഫാഖ് ഉണ്ടോ എന്ന് എനിക്ക് സ്വന്തം അളക്കാം, നിങ്ങൾക്ക് നിഫാഖ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വന്തം അളക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾക്ക്, കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയ രണ്ട് നമസ്കാരം, ഏറ്റവും ഭാരമേറിയ നമസ്കാരം സ്വലാത്തുൽ ഇശ, ഇശ നമസ്കാരമാണ്. ഇശ ജമാഅത്താണ്. വസ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരമാണ്. സുബ്ഹ് നമസ്കാരമാണ്. സുബ്ഹ് ജമാഅത്താണ്. എന്തുകൊണ്ടാണ് ജമാഅത്ത് എന്ന് പറയാൻ കാരണം? പ്രവാചകൻ അടുത്തത് പറയാൻ, വലൗ യഅലമൂന മാ ഫീഹിമാ, ആ രണ്ട് നമസ്കാരങ്ങൾക്കുള്ള പ്രതിഫലം അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വൻ, ഇഴഞ്ഞിട്ടാണ് അവർക്ക് വരാൻ സാധിക്കുകയെങ്കിൽ പോലും അവർ ഇഴഞ്ഞിട്ടാണെങ്കിലും ആ ജമാഅത്തിന് വരും. അതുകൊണ്ടാണ് ജമാഅത്തിനെ പറ്റിയാണ് റസൂല് പറഞ്ഞത് എന്ന് പറയാൻ കാരണം. ഒരാൾക്ക് സാധാരണ നടക്കാൻ കഴിയുന്നില്ല, ഇഴഞ്ഞിട്ടാണ് വരാൻ സാധിക്കുകയെങ്കിൽ പോലും അവൻ വരും. എങ്ങനെയാണെങ്കിൽ അതിന്റെ കൃത്യമായ പ്രതിഫലം അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ. ഇനി ഞാനും നിങ്ങളും അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നോക്കുക. മറ്റൊരാളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട. ഇയാൾ സുബഹിക്ക് വരുന്നില്ല, ഇശാക്ക് വരുന്നില്ല, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഫാഖ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സ്വന്തം നിഫാഖ് ഉണ്ടോ എന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വന്തം നിഫാഖ് ഉണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു മാർഗം ഇതാണ്. ജമാഅത്തിന് വരാൻ നിങ്ങൾക്ക് മടിയുണ്ടോ? ജമാഅത്തിന് വരാൻ, ഇശാ ജമാഅത്തിന് നിങ്ങൾ എവിടെയാണ് പോകുന്നത്? അങ്ങാടിയിൽ നിങ്ങൾ വരുന്നുണ്ട്, അങ്ങാടിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ജമാഅത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ജമാഅത്തിന് എത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിഫാഖ് ഉണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബഹിക്ക് നിങ്ങൾ വീട്ടിലുണ്ട്, മറ്റുള്ള നേരങ്ങളിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ സുബഹി ജമാഅത്തിന് നിങ്ങൾ എവിടെയാണ്? വീട്ടിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിലേക്ക് വരാത്തതിന്റെ കാരണം എന്താണ് നിങ്ങളെ തടയുന്ന കാര്യം? നിഫാഖല്ലാതെ എന്താണ്? കപട വിശ്വാസമല്ലാതെ എന്താണ്? കപട വിശ്വാസമുണ്ട് എന്ന് ഭയപ്പെടണം. അത്തരം മടി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓം വരുന്നില്ല, ഇവൻ വരുന്നില്ല, അല്ല, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സെന്താണ് ആ സുബഹിന്റെ സമയത്ത് പറയുന്നത്, ഇശാഇന്റെ ജമാഅത്തിന്റെ സമയത്ത് പറയുന്നത്? അത് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അതിന്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് അതിന്റെ പ്രതിഫലം? റസൂൽ പറയാണ്, ഒരാൾ ജമാഅത്തിന്റെ കൂടെ പൂർണ്ണമായ രൂപത്തിൽ ജമാഅത്തായിട്ട് ഇശാ നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവൻ പകുതി രാത്രി നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം അല്ലാഹു തആല അവർ നൽകുന്നതാണ്. സുബഹ് ഒരാൾ പൂർണ്ണമായി ജമാഅത്തിന്റെ കൂടെ, ഇമാമിന്റെ കൂടെ പൂർണ്ണമായി നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം അല്ലാഹു അവന് അധികമായി നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ്? ഇതിനേക്കാളും വലിയ ഓഫർ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങാടിയിൽ ഏതെങ്കിലും വസ്ത്രത്തിന്, ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് 20-30% ഓഫർ ലഭിക്കുമ്പോഴേക്ക് പൈസയില്ല എന്ന് പറയുന്ന പല ആളുകൾക്കും ആ സമയത്ത് പൈസയുണ്ട്. അവർ ധൃതിയോടെ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ട്. ആ ഓഫറിൽ വല്ല ഓഫറും എനിക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രം ഓഫറുകൾ സ്വീകരിക്കുന്ന നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട പരലോകത്ത് അല്ലാഹു തആല ധാരാളം ഓഫറുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ ഓഫറുകളെല്ലാം സ്വീകരിക്കേണ്ട ഒരു മനസ്സ് നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളത്
അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് പറയാനുള്ളത്, ജമാഅത്ത് നമസ്കാരം നിലനിർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ മാത്രം വന്നാൽ പോരാ. നിങ്ങൾ മാത്രം വന്നാൽ പോരാ. 7 വയസ്സുള്ള നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവാ. സുബഹി ജമാഅത്തിന് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവാ. അവർ ആ സമയത്ത് അവരുടെ ഉറക്കം നിങ്ങൾ നോക്കരുത്. ആ സമയത്ത് അവർ ഉറങ്ങുക എന്നുള്ളത് അവർക്ക് ഉപകാരമല്ല, ഉപദ്രവം മാത്രമാണ്. ഉപകാരമല്ല, ഉപദ്രവം മാത്രമാണ്. ആ സമയത്ത് നിങ്ങൾ ജമാഅത്തിന് കൊണ്ടുവന്നാൽ ആ കുട്ടിക്ക് അതൊരു ശീലമായി കഴിഞ്ഞാൽ അത് ഉപകാരം മാത്രമേ നിങ്ങൾക്കും ആ കുട്ടിക്കും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഉറങ്ങല്ലേ, ഉണത്തണ്ട, വേണ്ട, ആ ചിന്ത വേണ്ട. ഇപ്പൊ ഉറങ്ങുന്നത് അപകടമാണ് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. കുടുംബമായിട്ട് പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. കുടുംബമായിട്ട് ആ നമസ്കരിച്ചോ എന്നുള്ള ചോദ്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതില്ല എങ്കിൽ പിന്നെ ഒന്നുമില്ല. അല്ലാഹു തആല പറഞ്ഞല്ലേ, ഞാനുമായി ഒരു ബന്ധവുമില്ല. ആ ബന്ധം നമുക്ക് വേണ്ടേ? ആ ബന്ധം നമ്മുടെ ഭാര്യക്ക് വേണ്ടേ? നമ്മുടെ ഭർത്താവിന് വേണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടേ? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടേ? വേണമെങ്കിൽ അവർ നമസ്കരിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, നമ്മുടെ നാട്ടുകാർ, അയൽവാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവരുടെ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.